ഫുട്ബോൾ വിശേഷങ്ങൾ പങ്കുവെക്കാനായി നമുക്കൊപ്പമുള്ളത് യൂത്ത് കോൺഗ്രസ് മുൻ സംസ്ഥാന പ്രസിഡന്റും KPCC ജനറൽ സെക്രട്ടറിയുമായ ശ്രീ ടി സിദ്ദിഖാണ്. സിദ്ദിഖ, സ്വാഗതം. ഫേസ്ബുക്കിലൊക്കെ നോക്കുകയാണെങ്കിലും സിദ്ദിഖയുടെ പഴയ കളി വിശേഷങ്ങളൊക്കെ ഒരുപാട് കാണുന്നുണ്ട്. അപ്പോൾ ആ കളി വിശേഷങ്ങളിൽ നിന്ന് തന്നെ തുടങ്ങാം. കോളേജ് തലത്തിലും സ്കൂൾ തലത്തിലുമൊക്കെ ഫുട്ബോൾ കളിയോട് നല്ല ഇഷ്ടമായിരുന്നു, കളിക്കാറൊക്കെ ഉണ്ടായിരുന്നു. എൻ്റെ ഫേവറേറ്റ് ഗെയിം ഫുട്ബോളാണ്. ഞങ്ങളുടെ നാട്ടിൻ പ്രദേശത്ത് ഒരു പന്നിയൂർ ആർട്സ് ആൻഡ് സ്പോർട്സ് ക്ലബ്ബ് എന്നൊരു ക്ലബ്ബ് ഉണ്ടായിരുന്നു. ആ ക്ലബിൻ്റെ മെയിൻ കോൺസെൻട്രേഷൻ ഫുട്ബോളിലായിരുന്നു. ഞങ്ങൾ നല്ല ടീമുണ്ടായിരുന്നു. ജില്ലാ ലീഗിൽ കളിക്കുന്ന 12ഓളം വരുന്ന പ്ലെയേഴ്സുള്ള ഒരു ടീമാണ് പന്നിയൂർ സ്പോർട്സ് ക്ലബ്ബ്. ഞാനും ജില്ലാ ലീഗിൽ നന്നായി കളിച്ചിട്ടുണ്ട്. ഗുരുവായൂരപ്പൻ കോളേജിൽ പ്രീ ഡിഗ്രി പഠിക്കുമ്പോൾ, ഗുരുവായൂരപ്പൻ കോളേജ് അന്ന് യൂണിവേഴ്സിറ്റിയിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ടീമാണ്. ഫറൂഖ് കോളേജ്, ഗുരുവായൂരപ്പൻ കോളേജ്, ശ്രീകൃഷ്ണ കോളേജ് ഗുരുവായൂർ, അങ്ങനെ തുടങ്ങി പ്രബലന്മാരായിട്ടുള്ള ടീമുണ്ട്. ആ ടീമിൻ്റെ ക്യാപ്റ്റനായിരുന്നു. ലോക്കൽ സെവൻസിലൊക്കെ നന്നായിട്ട് കളിച്ചിട്ടുണ്ട്, ഫൈവ്സിൽ കളിച്ചിട്ടുണ്ട്. ഫുട്ബോൾ ഒരു ഹരമാണ്, ഫുട്ബോൾ ഒരു ജ്വരമാണ്. ഞാനൊരു അർജൻറ്റീന ആരാധകനാണ്. അതിൻ്റേതായ കാരണങ്ങളുണ്ട്. ഇന്ത്യൻ ടീം വേൾഡ് കപ്പിൽ കളിക്കുന്നത് വരെ ഇന്ത്യയുടെ നഗരങ്ങളിലും ഗ്രാമങ്ങളിലുമൊക്കെ വിവിധ രാഷ്ട്രങ്ങളുടെ പതാകകളൊക്കെ ഇങ്ങനെ പാറിപ്പഴക്കും. ഫേസ്ബുക്കിൽ നോക്കുമ്പോൾ ടി സിദ്ദിഖ് ബൂട്ട് കെട്ടുന്നു, ടി സിദ്ദിഖ് ഹെഡ് ചെയ്യുന്നു, ടി സിദ്ദിഖ് ബോൾ അടിച്ച് അകറ്റുന്നു. ഇത്തരം ഫോട്ടോസ് മാത്രമേ കാണുന്നുള്ളൂ. എന്താ സംഭവം ഇത്? വേൾഡ് കപ്പ് വരുന്ന സന്ദർഭത്തിൽ, ഇപ്പം ക്രിക്കറ്റ് വേൾഡ് കപ്പ് വരുന്ന സന്ദർഭത്തിൽ ഞാനങ്ങനെ ബാറ്റ് ചെയ്യാറോ അല്ലെങ്കിൽ അത്തരം ഫേസ്ബുക്ക് അപ്ഡേഷനൊന്നും നടത്താറില്ല. അതുപോലെ പിന്നെ മറ്റിതര അത്ലറ്റിക് ചാമ്പ്യൻഷിപ്പ് വരുമ്പോഴൊന്നും നമ്മളതിൻ്റെ പ്രോത്സാഹനം എന്നുള്ളതല്ലാതെ നൽകുക. പക്ഷേ ഇത് മനസ്സുകൊണ്ട് വല്ലാതെ മുഴുകിയിരിക്കുന്ന കളിയാണ് ഫുട്ബോൾ എന്നുള്ളത്. ഡീഗോ മാർഡോണ എന്ന് പറയുന്ന 5 അടി പൊക്കമുള്ള കുറിയ മനുഷ്യൻ ബാക്ക് ലൈനിൽ നിന്ന് ബോൾ എടുത്ത് ഒരു 10ഓളം ആളുകളെ കബളിപ്പിച്ച് സ്വന്തമായി ഗോൾ നേടുന്നത് 60ഓളം തവണ കണ്ട ഒരാളാണ് ഞാൻ. ഒരു പക്ഷേ അത് തന്നെ ആയിരിക്കും ഈ അർജന്റീന ടീമിലേക്കുള്ള ഒരു ആകർഷണം. തീർച്ചയായിട്ടും ഡീഗോ മാർഡോണ ഇപ്പം 28 കൊല്ലത്തോളമായി അർജന്റീന വേൾഡ് കപ്പിലെ പ്രധാനപ്പെട്ട മേഖലകളിലില്ല. അവർ ഫൈനലെത്തുന്നില്ല. അവർ ഫസ്റ്റ് റൗണ്ടിൽ തന്നെ ചിലപ്പോൾ പുറത്താകുന്നു. പല കാരണങ്ങളുമുണ്ട്. ഇത്തവണത്തെ അർജന്റീനയുടെ സാധ്യതകൾ ഏത് രീതിയിലാണ് വിലയിരുത്താൻ പറ്റുക? നിരാശയോടുകൂടി മറുപടി പറയേണ്ടി വരുമോ എന്ന് പ്രേക്ഷകർ സന്ദേഹിക്കുന്ന ഒരു ചോദ്യമാണിത്. പക്ഷെ ഒരു ടീമിനെ വിലയിരുത്താൻ ഒരു പ്രാഥമികമായിട്ടുള്ള ഒരു കളി കൊണ്ട് സാധ്യമല്ല. കഴിഞ്ഞ വേൾഡ് കപ്പിൽ സ്പെയിൻ ഫസ്റ്റ് കളിയിൽ പരാജയപ്പെട്ട ടീമാണ്. അതേ സ്പെയിൻ വേൾഡ് കപ്പ് ചാമ്പ്യന്മാരാകുക. അതേ സ്പെയിൻ ഇത്തവണ ഫസ്റ്റ് കളിയിൽ 5-1 ഹോളണ്ടിനോട് തോൽക്കുകയാണ്. അപ്പോൾ ഹോളണ്ടായിരുന്നു കഴിഞ്ഞ തവണ ഫൈനലിൽ അവരുടെ എതിരാളികൾ. എനിക്ക് തോന്നുന്നു അവസാനത്തെ എക്സ്ട്രാ ടൈമിൻ്റെ അവസാനത്തെ മിനിറ്റിലാണ് സ്പെയിൻ അനുകൂലമായിട്ട് ആ ഗോൾ കഴിഞ്ഞ ലോകകപ്പിൽ വീണത്. ഇത്തവണ സ്പെയിൻ പരാജയപ്പെടുന്നു. അർജൻറ്റീന മത്സരിച്ചത് ബോസ്നിയയോടാണ്. കളി ഇൻ ടോട്ടൽ ഒരു ടീമിനെ ദുർബലർ എന്ന് വിശേഷിപ്പിക്കാൻ ഫുട്ബോളിൽ സാധിക്കില്ല. മെസ്സിയുടെ കളി നമ്മൾ കഴിഞ്ഞ കളിയിൽ ശ്രദ്ധിക്കുമ്പോൾ ആ ഗോൾ അടിക്കാൻ മെസ്സിക്ക് മാത്രമേ സാധിക്കുള്ളൂ. പക്ഷേ മെസ്സിയെക്കുറിച്ച് ഫുൾ ആരോപണങ്ങളാണ്. മെസ്സിക്ക് ക്ലബ് ഫുട്ബോളിന് ഇപ്പുറത്തേക്ക് വന്നിട്ട് ബാഴ്സയിൽ നിന്ന് ആ കുപ്പായം അഴിച്ചു വെച്ച് അർജന്റീനയുടെ കുപ്പായം എടുത്തിട്ട് കഴിഞ്ഞാൽ മെസ്സി ഒരു വട്ടപൂജ്യമായി മാറുന്നു. മെസ്സിയെ പറ്റിയുള്ള ഒരു പ്രധാനപ്പെട്ട ആരോപണം, മെസ്സി നിന്ന സ്ഥലത്ത് നിന്ന് മെസ്സി ഇങ്ങനെ വട്ടം കറങ്ങുന്ന ഒരാളാണ്. മെസ്സി അങ്ങോട്ടും ഇങ്ങോട്ടും കൂടുതൽ ഓടാറില്ല എന്ന് പറയുന്നത്. പക്ഷേ മെസ്സി നിൽക്കുന്ന സാധാരണഗതിയിൽ ടാക്കിൾ ചെയ്യപ്പെടുന്ന പ്രധാനപ്പെട്ട ഒരു കളിക്കാരനാണ് മെസ്സി. 6-7 കളിക്കാർ ലോകോത്തര കളിക്കാറുണ്ട്. ആ കളിക്കാർ ഒന്നിച്ച് ഒരു ടീം സെറ്റപ്പായി വന്നാൽ അർജൻറ്റീനയുടെ പെർഫോമൻസ് മാറും. അവർ ഫൈനലിലേക്ക് വരും, കപ്പടിക്കണം എന്നുള്ളതാണ് താല്പര്യം. ഒരുപക്ഷെ അർജന്റീന കഴിഞ്ഞാൽ ഏത് ടീമിനെ ആയിരിക്കും പിന്തുണയ്ക്കുന്നത്? അർജന്റീന കഴിഞ്ഞാൽ പിന്നീട് ജർമ്മനിയോ ഹോളണ്ടോ വേൾഡ് കപ്പിൽ വരും എന്നുള്ളതാണ് പൂർണ്ണമായിട്ടുള്ള പ്രതീക്ഷ. ഇപ്പോൾ അറ്റ് പ്രസൻറ്റ് ജർമ്മനി ഒരു പവർ ഗെയിമിൻ്റെ, നല്ല സ്ട്രെങ്ത്തിൻ്റെ, ആരോഗ്യത്തിൻ്റെ, അതികായകന്മാരുടെ ഒരു ടീമാണ്, തർക്കമില്ല. അതുകൊണ്ട് തന്നെ അവരുടെ ടീമിലെ ഒരു 8-10 ആളുകൾ യൂറോപ്യൻ ലീഗിൽ സിംഗിൾ ക്ലബിൽ കളിക്കുക. ഹോളണ്ടാണെങ്കിലും ജർമ്മനി ആണെങ്കിലും ഈവൻ ബ്രസീൽ വരെ യൂറോപ്യൻ ഫുട്ബോളിൻ്റെ ഒരു സ്വാംശീകരിച്ചിട്ടുണ്ട് ഒരുപാട് നല്ല വശങ്ങൾ. ജർമ്മനി അതിൻ്റെ ഒരു ടിപ്പിക്കൽ എക്സാമ്പിളാണ്. ടീം ഹാസ് എ ഹോൾ, നല്ല പെർഫോമൻസ്, നല്ല കരുത്ത്, നല്ല പവർ ഗെയിം ഫുട്ബോൾ നന്നായി കൊണ്ടുപോകുന്ന ഒരു ടീമാണ്. അതുകൊണ്ട് ജർമ്മനിയുടെ സാധ്യത ഒരിക്കലും തള്ളിക്കളയാൻ പറ്റില്ല.
എന്തായാലും ഈ ചർച്ച ഇവിടെ അവസാനിപ്പിക്കാമെന്ന് തോന്നുന്നു. ഫുട്ബോൾ നന്നായി കളിക്കുന്ന, ഫുട്ബോളിനെ കുറിച്ച് നന്നായി അറിയുന്ന ഒരാളെ തന്നെയാണ് നമുക്ക് ഇങ്ങനെ ഒരു സംഭാഷണത്തിന് കിട്ടിയത്. അതിൽ വളരെയധികം സന്തോഷം. ഞങ്ങളോട് ഇത്രയും നേരം സംസാരിച്ചതിന് അമൃത ടിവിയുടെ നന്ദി രേഖപ്പെടുത്തുന്നു. ഒപ്പം അർജന്റീന ടീം ഇത്തവണത്തെ വേൾഡ് കപ്പ് കൊണ്ടുപോകട്ടെ എന്ന് ആശംസിക്കുകയും ചെയ്യുന്നു. താങ്ക് യു.